വെൽക്കം ടു ഹേ ദയ പൂജ ഹിയർ. ഇന്ന് ഞാൻ സാധാ ചെയ്യുന്ന പോലത്തെ ഒരു വീഡിയോ അല്ല, ഒരു റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്തത് റിലേറ്റ് ചെയ്ത് തനിമലയാളി എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിനെതിരെ കുറച്ച് അലിഗേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ട് തനിമലയാളി തന്നെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചാനലുകൾ അതിനെടുത്ത് റിയാക്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാവരും പല പല പോയിന്റ്സ് പറയുന്നുണ്ടെങ്കിലും ലാസ്റ്റ് അവരെല്ലാവരും പറയുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിമലയാളി താൻ ചെയ്ത ഒരു മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്തു, അപ്പോളജൈസ് ചെയ്തു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ തനിമലയാളിയെ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ബ്ലൈൻഡ് ഫാൻ അല്ലാത്ത ഒരു നോർമൽ വ്യൂവർ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്, തനിമലയാളി ആ ഒരു മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്തിട്ടുമില്ല, അപ്പോളജൈസ് ചെയ്തിട്ടുമില്ല. തനിമലയാളി ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്ത് ഒരു വലിയ ഡിസ്കഷനിലോട്ട് അത് പോയ സമയത്ത് തനിക്കും തൻ്റെ ചാനലിനും എതിരെ ഉണ്ടാകേണ്ടിയിരുന്ന ഒരു ഹേറ്റഡിനെ സ്പ്രെഡ് ആകാതെ അതിനെ ഒന്ന് തടയാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു ജസ്റ്റിഫിക്കേഷൻ വീഡിയോ ആയിട്ടാണ്, ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്ത ഒരു ജസ്റ്റിഫിക്കേഷൻ വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ആ ചാനലിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ തനിമലയാളി പ്രഹസനങ്ങൾ എന്നുള്ള ആ ഒരു പേരിനെ അന്വർത്ഥമാക്കുന്ന വിധം ഒരു പ്രഹസന വീഡിയോ മാത്രമായിരുന്നു ആ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ. എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ പറയാൻ തോന്നി എന്നുള്ളത് നമുക്ക് തനിമലയാളിയുടെ ആ ഒരു വീഡിയോ കണ്ട് അത് അനലൈസ് ചെയ്ത് തന്നെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്ലാരിഫിക്കേഷൻ വീഡിയോ കാണുന്നതിന് മുന്നേ ഈ ഫ്രണ്ട് ആപ്പ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാം. ഈ ഇൻഫ്ലുവൻസേഴ്സും യൂട്യൂബേഴ്സും എല്ലാം ഫ്രണ്ട് ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോഷ്യലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിലാണ് ഇതിനെ പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷനും അല്ല, ഇതിനൊരു ഡേറ്റിംഗ് ആപ്ലിക്കേഷനായിട്ടും കൂട്ടാനായിട്ട് പറ്റില്ല. സത്യം പറഞ്ഞാൽ ഫ്രാങ്ക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു ലൈവ് ഫോൺ ആപ്ലിക്കേഷനാണ്. നോർമൽ ഒരു സോഷ്യലൈസിങ് ആപ്ലിക്കേഷൻ, അതായത് ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഒക്കെ പോലുള്ള ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കും അതിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവുക. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ഗേൾസിനാണെങ്കിൽ ഫ്രീ അക്കൗണ്ടും മെന്നോ ബോയോ ആണെന്നുണ്ടെങ്കിൽ മെന്നും ബോയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ 12+ ഇയേഴ്സ് മുതലാണ് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനുള്ളൊരു ഏജ് അവർ കൊടുത്തേക്കുന്നത്. അപ്പോൾ 12+ ഇയേഴ്സിന് മുകളിലുള്ള എല്ലാവരെയും നമുക്ക് മെന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അവർക്കാണെങ്കിൽ പെയ്ഡ് അക്കൗണ്ടാണ് എടുക്കാൻ പറ്റുക. അതും അവർ യൂസ് ചെയ്യുന്ന അനുസരിച്ച് അവരുടെ അക്കൗണ്ടിൽ അവർ എത്ര രൂപ, നമ്മൾ പണ്ടൊക്കെ മൊബൈൽ ചാർജ് ചെയ്യുന്ന ആ ഒരു സെറ്റപ്പാണ്. നമ്മൾ ചാർജ് ചെയ്തിട്ട് നമ്മളത് യൂസ് ചെയ്യുന്ന അനുസരിച്ച്, അതായത് ഒരാളുമായിട്ട് വീഡിയോ കോളിലോ ഓഡിയോ കോളിലോ ഒക്കെ ഏർപ്പെടുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ആ ഒരു ചാർജ് ഇങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. അത് തിരിച്ച് നമ്മൾ ആരുമായിട്ടാണോ കോളിൽ ഏർപ്പെടുന്നത്, അതായത് ഒരു ബോയുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു ഗേളിൻ്റെ അക്കൗണ്ടിലോട്ട് ആ ക്യാഷ് അവർക്ക് പൊയ്ക്കൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ, ഇതൊരു നോർമൽ സോഷ്യലൈസിങ് ആപ്ലിക്കേഷനോ നോർമലി ഒരു ഫ്രണ്ടിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനോ അല്ല. അപ്പം നമുക്കിനി തനിമലയാളിയുടെ ആ സോ കോൾഡ് ക്ലാരിഫിക്കേഷൻ വീഡിയോയുടെ അനാലിസിസിലോട്ട് കിടക്കാം. ഗുഡ് മോർണിംഗ്. വളരെ പെട്ടെന്ന് രാവിലെ എണീറ്റ ഉടനെ വലിയ പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ എടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഒരു കറണ്ട് സിറ്റുവേഷൻ. കാരണം കഴിഞ്ഞ നമ്മുടെ 1-2 വീഡിയോസിൻ്റെ താഴെ ഞാൻ ഒരു ആപ്പ് പ്രൊമോട്ട് ചെയ്തതിൻ്റെ ഭാഗമായി വന്ന എലിഗേഷൻ റിലേറ്റഡ് ആയിട്ട് കുറച്ചധികം കമൻസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടായി. അതൊന്ന് അഡ്രസ് ചെയ്യണം തോന്നി. വളരെയധികം മോശമായ ഭാഷയിൽ കമൻറ്റ് സെക്ഷനിൽ വന്ന് കമൻറ്റ് ചെയ്ത ആൾക്കാർക്കുള്ള ഒരു ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള റിയാക്ഷനോ ആയിട്ടല്ല നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. ഇന്നലെ തൊട്ട് വളരെയധികം കൺസേണിംഗ് ആയി എനിക്ക് വന്ന ഒരുപാട് മെസ്സേജസും കോമൻസും ഉണ്ടായിരുന്നു. അതിലെല്ലാം അവർക്ക് എന്നുള്ള ട്രസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ കോണ്ടന്റ് ഇതിൽ പറയുന്ന ഈച്ച് ആൻഡ് എവറി സെൻറ്റൻസ് കള്ളത്തരമാണ്. ഹേറ്റഡ് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വെൽ പ്രിപ്പയർഡ് ആയിട്ട് എടുത്ത ഒരു വീഡിയോ തന്നെയാണിത്. കാരണം ഇന്നലെ മുതൽ എനിക്ക് വരാൻ തുടങ്ങിയ മെസ്സേജസും കമൻസും എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. പക്ഷേ ഇന്നലെ മുതലല്ല മെസ്സേജസും കമൻസും വന്ന് തുടങ്ങിയത്. വ്യൂവേഴ്സ്, ഈ ഒരു ചാനൽ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും, തനിമലയാളി എന്നാണോ ആദ്യത്തെ ഫ്രണ്ട് ആപ്പിൻ്റെ പ്രൊമോഷൻ ചെയ്ത ആദ്യത്തെ ഒരു 4 തവണയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഇതിന് ശേഷം പറയുന്നുണ്ട്. അത് നമുക്ക് പോകെ മനസ്സിലാവും. അപ്പോൾ ആ ഒരു ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, തനിമലയാളി 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യമല്ല 4 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ താഴെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് ഇഷ്ടം പോലെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലൊരു മോശപ്പെട്ട ആപ്ലിക്കേഷൻ തനിമലയാളിയെ പോലൊരു യൂട്യൂബർ പ്രൊമോട്ട് ചെയ്യാനേ പാടില്ലായിരുന്നു, ഇങ്ങനെ ചെയ്യല്ലേ, ഭയങ്കര മോശപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ്, പിന്നെ ഇതിൽ പല ചതിക്കുഴികളും ഉണ്ട് എന്നൊക്കെ പലവരും പറയുന്നുണ്ടായിരുന്നു. ആ ഓരോ കമൻസിനും 100 കണക്കിന് ലൈക്സും ഉണ്ടായിരുന്നു. അത് ഞാൻ കണ്ടതാണ്. പക്ഷേ ഈ ഒരു വീഡിയോ ഇപ്പോൾ ടേക്ക് ഡൗൺ ചെയ്ത സ്ഥിതിക്ക് എൻ്റെ കയ്യിൽ ഇപ്പോൾ അതിനൊരു സ്ക്രീൻഷോട്ട് വെക്കാനോ ഒന്നും ഒരു പ്രൂഫില്ല. അത് ഒരുപാട് പേര്, അത് ആളെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അത് മനസ്സിലാവുന്ന കാര്യമാണ്. ഇന്നലെ മുതലല്ല അത് വന്നു തുടങ്ങിയത്, അന്ന് മുതൽ വരുന്ന കാര്യമാണ്. തനിമലയാളി അത് കണ്ടില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാനായിട്ട് ഒരു കാരണവശാലും അത് പറ്റുന്നൊരു കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു
കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞ രീതിയിൽ മാത്രം നിൽക്കുന്ന ഒരാളാണ് ഇപ്പോൾ. അപ്പോൾ അതിൽ നിൽക്കുന്ന ആൾ അതിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ താഴെ വരുന്ന കമൻസ് കണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം 100 കണക്കിന് ലൈക്സ് ഉള്ള കമൻസ് ആണത്. അത് ഒരാൾ മാത്രം കമൻറ്റ് ചെയ്തതല്ല, ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അതിന് ഒരുപാട് പേരുടെ ലൈക്സും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടില്ല എന്ന് പറഞ്ഞ് ഒഴിവാകാൻ പറ്റില്ല. കാണാത്തതായി നടിച്ച് ആൾ പിന്നെയും പ്രൊമോഷൻ എടുത്തു, അത് ചെയ്തു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഈ ട്രസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിലും സെയിം കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും വർഷങ്ങളായിട്ട് ഈ ഒരു കോണ്ടന്റ് ക്രിയേഷനിൽ നിൽക്കുന്ന ഒരാൾ അവരുടെ ചാനലിൻ്റെ ട്രസ്റ്റൊക്കെ മനസ്സിലായത് ഇപ്പോഴാണോ? ഇന്നും ഇന്നലെയായിട്ട് വന്ന 2-3 കമൻസും മെസ്സേജസും കണ്ടപ്പോഴാണോ ഈ തനിമലയാളിയിലെ ഐശ്വര്യയെ വെറും ഒരു എൻ്റർടൈനറായിട്ടോ അല്ലെങ്കിൽ വെറുതെ ഒരു ടൈം പാസിന് വേണ്ടി വ്യൂ ചെയ്യുന്ന വ്യൂവേഴ്സ് അല്ല അവരുടെ. ഐശ്വര്യ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഈ വ്യൂവേഴ്സിനെ എല്ലാ രീതിയിലും. പല ആളുകളും അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈല് കംപ്ലീറ്റ് ആയിട്ട് ആസ് സച്ച് കോപ്പി ചെയ്ത് സ്വന്തം ജീവിതത്തിൽ പകർത്താൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ആപ്ലിക്കേഷൻ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്തെ ആളുകൾ പറഞ്ഞിട്ട് ഐശ്വര്യ ഇത് കണ്ടതേ ഇല്ലെന്നല്ല, കണ്ടിട്ടും കാണാത്ത പോലെ നടിച്ച് പിന്നെ അതിന്റെ പ്രൊമോഷൻ എടുക്കുമായിരുന്നു. അതാണ് സത്യം. നെക്സ്റ്റ് എന്താണ് പറയുന്നത് നോക്കാം. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റർ എന്ന പ്രൊഫഷനോട് വളരെയധികം അടുത്ത് കിടക്കുന്ന ഒരു കാര്യമാണ് ബ്രാൻഡ് പ്രൊമോഷൻ. മുന്നേ നമ്മൾ ടിവിയിലും ചാനലിലും കണ്ടിരുന്ന ഒരുപാട് പ്രൊമോഷൻസ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ യൂട്യൂബ് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം യൂട്യൂബിലോട്ട് വന്നിട്ടുണ്ട്. ബ്രാൻഡ് അവരുടെ പേരും പ്രൊഡക്റ്റും ആൾക്കാരിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർ യൂട്യൂബേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. ഇതൊരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു വർക്ക് സ്ട്രക്ചർ ഉള്ള ഒരു ജോലി അല്ലാത്തത് കാരണം ഓരോ ക്രിയേറ്റേഴ്സിനും അവരുടേതായിട്ടുള്ള രീതികളായിരിക്കും ബ്രാൻഡ് പ്രൊമോഷൻസ് ഉണ്ടായിരിക്കുക, അവരുടേതായിട്ടുള്ള ഗൈഡ് ലൈൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഞാനിവിടെ എൻ്റെ ഒരു കാര്യമാണ് സംസാരിക്കുന്നത്. ഒരു ബ്രാൻഡിനായിട്ട് ഒരു കൊളാബറേഷൻ ഓൺഗോയിങ് ആയിട്ടുള്ള സമയത്ത് ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രാൻഡിനായിട്ട് ഒരു കോൾ വയ്ക്കുക എന്നുള്ളതാണ്. ആ ഒരു കോളിൽ ബ്രാൻഡിന് ഒരു എംപ്ലോയി വന്ന് അവരുടെ പ്രൊഡക്ട്സും കാര്യങ്ങളും എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അതിനുശേഷം ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ പീരീഡ് ആ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കും. അതിനുശേഷം നമുക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ല, സാറ്റിസ്ഫൈഡ് ആയിട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രാൻഡിന് വേണ്ടി നമ്മൾ സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്യും. ആ സ്ക്രിപ്റ്റ് നമുക്കും ബ്രാൻഡിനും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ അഡ്വർടൈസ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ പ്രൊമോഷന് വേണ്ടി നമ്മൾ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യും. ആ ഒരു സ്ട്രക്ചർ തന്നെയാണ് ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 1.5 വർഷം മുന്നെയാണ് ഈ ഒരു ആപ്പ് പ്രൊമോഷന് വേണ്ടി കോൺടാക്ട് ചെയ്യുന്നത്. കോൺടാക്ട് ചെയ്ത സമയത്ത് ഈ പറഞ്ഞതുപോലെ ബ്രാൻഡിനായിട്ട് കോൾ ഉണ്ടായിരുന്നു, അവരുടെ ഫീച്ചേഴ്സും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ലേറ്റർ ഞാൻ ആപ്പ് ഉപയോഗിച്ചു. ആപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് വെൽ ക്ലിയർ ആയിരുന്നു അതൊരു സോഷ്യലൈസിംഗ് കം ഒരു ഡേറ്റിംഗ് ആപ്പാണ് ഉള്ളത്. മുന്നത്തെ എൻ്റെ വീഡിയോസിനും ഡേറ്റിങ്ങും റിലേഷൻഷിപ്പും ബ്രേക്കപ്പും അത് റെഡി ആവുന്നില്ലെങ്കിൽ പുതിയൊരു ഡേറ്റിംഗ് ഫേസിലോട്ട് എൻ്റർ ചെയ്യുന്നതും ഒക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇനീഷ്യലി അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഫീച്ചേഴ്സിനും ഞാൻ ആപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസിനും എനിക്ക് ആ ആപ്പിൽ വലിയ പ്രശ്നങ്ങളൊന്നും എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എനിക്ക് ഫീൽ ചെയ്തില്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു 2-3 മാസത്തിന് ശേഷമാണ് ആദ്യമായിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോഷണൽ വീഡിയോ ഞാൻ യൂട്യൂബിൽ ചെയ്യുന്നത്. ഈ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ. ഒരു ബ്രാൻഡ് പ്രൊമോഷൻ ഐശ്വര്യ കമ്മിറ്റ് ചെയ്യുന്നത് അവരുമായിട്ട് ഒരു കോള് തന്നെ സെറ്റ് ചെയ്ത് അവരുടെ പ്രോഡക്റ്റ് എന്താണോ അതിൻ്റെ ഒരു അതിൻ്റെ നല്ല രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ കിട്ടി. ഐശ്വര്യ അത് യൂസ് ചെയ്ത് എന്നിട്ട് അതിൽ സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ അവരുമായിട്ട് ഒരു കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യുള്ളൂ എന്നുള്ള രീതിയിലാണ് ഐശ്വര്യ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഫ്രണ്ട് ആപ്പിൻ്റെ കാര്യത്തിലും ഐശ്വര്യ അത് തന്നെയാണ് ചെയ്തേക്കുന്നതെന്ന് ഐശ്വര്യ പറയുന്നു. പക്ഷേ ഇതിൽ ഞാൻ പല സ്ഥലത്തും ഓൺലൈനിൽ ഈ ഐശ്വര്യയുടെ വീഡിയോസിൻ്റെ താഴെയും റിയാക്ഷൻ വീഡിയോസിൻ്റെ താഴെയൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്ന കണ്ടു. അതായത് നെതർലൻഡ്സിലാണ് ഇപ്പോൾ ഐശ്വര്യ താമസിക്കുന്നത്. അപ്പോൾ ആ ഒരു കൺട്രിയിൽ ഈ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ അല്ലായിരുന്നു എന്ന് പലവരും പറയുന്നുണ്ട്. പക്ഷേ എനിക്കതിനെക്കുറിച്ച് അറിയില്ല. അങ്ങനെ അവൈലബിൾ അല്ലാത്തൊരു ആപ്ലിക്കേഷൻ ഐശ്വര്യ എങ്ങനെ യൂസ് ചെയ്തു എന്നാണ് പലവരും ചോദിക്കുന്നത്. അപ്പോൾ ഇത് സത്യമാണോ അല്ലയോ, ഇത് അവൈലബിൾ അല്ലായിരുന്നു ഇപ്പോൾ അവൈലബിൾ ആണ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല. ഇനി അഥവാ അവൈലബിൾ അല്ലാത്ത ആപ്ലിക്കേഷൻ ആണെങ്കിൽ എനിക്കും ചോദിക്കാനുള്ളത് അതാണ്, എങ്ങനെയാണ് ഐശ്വര്യ അത് യൂസ് ചെയ്തത്? സാധാ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന പോലെയാണോ ഇത് നമുക്ക് ആപ്പ് സ്റ്റോറിലോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ അവൈലബിൾ ആണെങ്കിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ബ്രാൻഡ് നമുക്ക് അയച്ചു തരുന്ന ആ ഒരു വീഡിയോ ഉണ്ടാവും. ഈ ഒരാൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു അതിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ അവർ സെൻഡ് ചെയ്യും. ആ ഒരു വീഡിയോ പ്രൊമോഷൻ ചെയ്യുന്ന ആളുകൾ അവരുടെ ഫോണിൽ അല്ലെങ്കിൽ അവരുടെ ഡിവൈസിൽ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അവർ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യണമെന്ന് തോന്നും. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണോ ഐശ്വര്യയും ചെയ്തത്? എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ പറയുന്നത് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടും ഐശ്വര്യയ്ക്ക് ഇതിനകത്ത് ഒരു പിറ്റ്ഫോൾസും ഫീൽ ചെയ്തിട്ടില്ല. അത് ഐശ്വര്യയുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കുന്നു എന്നും പറയുന്നു. ഇവിടെ പേഴ്സ്പെക്റ്റീവ് അല്ല ഐശ്വര്യ, ഇത് ആപ്ലിക്കേഷൻ്റെ ഫങ്ഷനാലിറ്റിയാണ്, ആപ്ലിക്കേഷൻ്റെ ഫീച്ചറാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ഫീച്ചർ, നോട്ട് അബൌട്ട് ദ പേഴ്സ്പെക്റ്റീവ്. അതെങ്ങനെ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയാൻ പറ്റും? ഒരു ഫീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും ഒരു പേഴ്സ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ആപ്ലിക്കേഷനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ള ഒരു വ്യൂ പോയിന്റ് അല്ലേ. അതിനെങ്ങനെ എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ എനിക്ക് അതിലൊരു പിറ്റ്ഫോളും ഫീൽ ചെയ്തില്ല. അതും
ഈ പറയുന്ന ഐശ്വര്യ എന്ന് പറഞ്ഞ വ്യക്തി ഒരു 4ാം ക്ലാസ്സോ 3ാം ക്ലാസ്സോ വരെ പഠിച്ചിട്ടുള്ളൂ, ഒരു കുഗ്രാമത്തിലാണ് ജനിച്ച് വളർന്നത്. എന്നിട്ട് മാരി ചെയ്തതും ഇതേപോലെ ഒരു പ്രൈമറി എഡ്യൂക്കേഷൻ പോലും കിട്ടിയിട്ടില്ലാത്ത ഒരു മനുഷ്യനെ മാരി ചെയ്ത് അതേ കുഗ്രാമത്തിൽ തന്നെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. ഇലക്ട്രിസിറ്റി പോലും റീസെൻ്റ്ലി ആണ് കിട്ടിയത്. അങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനിൽ ജനിച്ച് വളർന്ന് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ സമ്മതിച്ചു തരായിരുന്നു. ഐശ്വര്യയെ പോലെ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഡിഗ്രി ഹോൾഡർ അതായത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിലാണെന്ന് തോന്നുന്നു, ബിടെക്, അങ്ങനെ ഒരു ഡിഗ്രി ഹോൾഡർ വർക്ക് ചെയ്തതോ ബൈജൂസ് പോലുള്ള ഒരു മൾട്ടിനാഷണൽ ഒരു എഡ്ടെക് കമ്പനിയിൽ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്ത ഒരു ഐശ്വര്യ എന്ന് പറഞ്ഞൊരു വ്യക്തി. അത് കഴിഞ്ഞിട്ട് നെതർലാൻഡ്സിൽ പോയി അവിടത്തെയും ഒരു കമ്പനിയിൽ, ഡച്ച് കമ്പനിയിൽ ഏതോ വർക്ക് ചെയ്തിട്ടുള്ള ഐശ്വര്യ എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ എനിക്കതിൽ ഒരു പ്രശ്നങ്ങളും ഫീൽ ചെയ്തില്ല എന്ന് പറയുന്നത് ഒട്ടും ആക്സെപ്റ്റബിൾ അല്ല, ഒട്ടും വിശ്വസനീയമല്ല. ഒട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പച്ച കള്ളാണെന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ എങ്ങനെ പറയാൻ പറ്റും? ഐശ്വര്യയ്ക്ക് മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ അവരത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഐശ്വര്യ അതിൽ നോക്കിയതെന്ന് പറഞ്ഞാൽ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് വഴി ഐശ്വര്യയ്ക്ക് എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഉണ്ടാവുമോ എന്നുള്ള രീതി മാത്രമേ ഐശ്വര്യ നോക്കിയുള്ളൂ. ഐശ്വര്യയുടെ പേഴ്സ്പെക്റ്റീവ് അത് തന്നെയായിരുന്നു അവിടെ. അല്ലാതെ ഞാനിത് പ്രൊമോട്ട് ചെയ്ത് എൻ്റെ യൂസേഴ്സ് ഇത് എന്ന് വെച്ചാൽ നമുക്ക് ഒരു നോർമൽ ഒരാളിന് മനസ്സിലാകുന്ന രീതിയിലല്ല, ഒരു യൂട്യൂബറിന് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡേറ്റ കിട്ടും. ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഏതൊക്കെ റീജിയനിലുള്ള ആളുകളാണ് ഇത് കാണുന്നത്, ഏതൊക്കെ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ ഇത് കാണും, ആ ഏജ് ഗ്രൂപ്പിലുള്ളത് തന്നെ എത്ര നമ്പർ ഓഫ് പീപ്പിൾ കണ്ടു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നല്ല രീതിയിൽ ഡേറ്റ നമുക്ക് കിട്ടും. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ജെന്യൂനിറ്റി ഉണ്ടാവണം. ഒരു ജെന്യൂനിറ്റി ഇല്ലാത്ത കാര്യങ്ങളാണ് ഇതിൽ ത്രൂ ഔട്ട് പറയുന്നത്. ഐശ്വര്യ പറഞ്ഞ പോലെ ഐശ്വര്യക്ക് സോഷ്യലൈസിങ് ആൻഡ് ഡേറ്റിംഗ് ആപ്പ് എന്നാണ് തോന്നിയതെങ്കിൽ എന്തുകൊണ്ടാണ് ഗേൾസിന് ഫ്രീ അക്കൗണ്ടും ബോയ്സിന് പെയ്ഡ് അക്കൗണ്ടും എന്നുള്ള ഒരു കാര്യം ചിന്തിച്ചില്ല ഐശ്വര്യ ഒരു കാര്യം മനസ്സിലാക്കണം, യു ക്യാൻ ഫൂൾ സം പീപ്പിൾ ബട്ട് നോട്ട് എവ്രി വൺ. ഐശ്വര്യയ്ക്ക് ആ എംപ്ലോയി വന്ന് എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് മനസ്സിലായി ഇത് സോഷ്യലൈസിങ് ആൻഡ് ഡേറ്റിംഗ് ആപ്പ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ പ്രൊമോഷൻ വീഡിയോയിൽ ഒന്നിലും ഡേറ്റിംഗ് ആപ്പ് ആണെന്ന് പോലും പറഞ്ഞിട്ടില്ല. ഡേറ്റിംഗ് ആപ്പ് എന്നൊരു കാറ്റഗറി പോലും ഇതിനെ പെടുത്താൻ പറ്റത്തില്ല. അത് ഐശ്വര്യയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അതിൽ പറഞ്ഞില്ല? ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ ഫേസ്ബുക്കും ഓർക്കുട്ടും ഒക്കെ യൂസ് ചെയ്തിരുന്ന ഒരാളെന്നുള്ള രീതിയിൽ അതിലും നമുക്ക് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം. പക്ഷെ അതിൻ്റെയൊക്കെ മെയിൻ ഫീച്ചർ ഇതല്ല. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മെയിൻ ഫീച്ചർ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഉള്ളവർക്ക് മനസ്സിലാവണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് വീഡിയോ കോളോ ഓഡിയോ കോളോ എല്ലാം ഉണ്ട്. പക്ഷെ അതിൻ്റെ മെയിൻ ഫീച്ചർ അതാണോ? ഇതൊരു ഫോട്ടോ ഷെയറിങ് ആപ്ലിക്കേഷനാണ്. അതുപോലെ ഈ ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്നത് ഒരു സോഷ്യലൈസിങ് ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനോ അല്ല. ഇതിൻ്റെ ഫീച്ചേഴ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു നോർമൽ ആളിന് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഇത് മനസ്സിലാക്കുന്ന കുറേ ആളുകളും മനസ്സിലായിട്ട് അതിലോട്ട് ചെന്ന് ചാടുന്ന ആളുകളുണ്ട്. പക്ഷെ അവരോട് എനിക്ക് ഒന്നും പറയാനില്ല, നോ കമൻസ്. ഇത് അറിയാതെ ഇതിൽ ചെന്ന് ഫ്രണ്ട്സ് ഓരോരുത്തരും കടന്നു പോകുന്ന ലൈഫിൽ ഇങ്ങനെ കടന്നു പോകുന്ന സിറ്റുവേഷനൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം കുറേ ഫ്രണ്ട്സിനെ വേണമെന്ന് ആഗ്രഹിച്ചിട്ട് ഫ്രണ്ട്സ് ഇല്ലാത്ത എത്രയോ പേര് ചിലപ്പോൾ അതിൽ ചെന്ന് ചാടിയിട്ടുണ്ടാവാം. അവരൊന്നും പുറത്ത് പറയാത്തതായിരിക്കും അവരുടെ എക്സ്പീരിയൻസ്. കുറേ പേര് ഇപ്പോൾ വന്ന് പുറത്ത് പറയുന്നുണ്ട്. ഇങ്ങനെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനുള്ള ആപ്ലിക്കേഷൻ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പറഞ്ഞത് ട്രസ്റ്റ് ചെയ്ത് അവരത് ഇൻസ്റ്റാൾ ചെയ്ത് അവർ ചതിക്കുഴിപ്പെട്ട എത്ര പേരുണ്ടാവും. അതുപോലെ വേറൊരു കാറ്റഗറിയാണ്, ഇതിപ്പോൾ അഡൽട്സിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വേറൊരു കാറ്റഗറിയാണ് ഈ 12 to 20 ഇയേഴ്സിലുള്ള കുട്ടികളുടെ കാര്യം. അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ശരി എന്താണ് തെറ്റെന്ന് അറിയാത്ത ഒരു ഏജ് ഗ്രൂപ്പിലാണ് അവർ. ഇത് കേട്ടിട്ട് നിങ്ങളുടെ എല്ലാവരുടെ ചാനലിലും ഉണ്ടാവുമല്ലോ. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഡേറ്റ അനലൈസ് ചെയ്താൽ നമുക്ക് കിട്ടും ആ ഏജ് ഗ്രൂപ്പിലുള്ള എത്ര പേരത് വാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഐശ്വര്യ തന്നെ അതൊന്ന് ചെക്ക് ചെയ്ത് ഐശ്വര്യയ്ക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അങ്ങനെയുള്ള എത്ര പേര് കണ്ടിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളിൽ പെട്ടിട്ടുണ്ടാവും. ഇതൊക്കെ എന്താണ് പറയുന്നത്, കുറേ പേരൊന്നും അത് പുറത്ത് പറയില്ല. ഇതൊക്കെ നാണക്കേടല്ലേ എന്ന് ഓർത്തിട്ട് പുറത്ത് പറയില്ല. അങ്ങനെ എത്രയെങ്കിലും ആളുകളുണ്ടാവും. ഇതൊക്കെ എന്തുകൊണ്ട് ഐശ്വര്യ ചിന്തിച്ചില്ല? പച്ചയ്ക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനെയും എല്ലാവരെയും വ്യൂവേഴ്സിനെ എല്ലാവരെയും പറ്റിക്കുകയായിരുന്നു. ബാക്കി നമുക്ക് വീഡിയോ കണ്ടിട്ടും ഭാഗമായിട്ട് തന്നെ ഒരു 2-3 മാസത്തിന് ശേഷമാണ് ആദ്യമായിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോഷണൽ വീഡിയോ ഞാൻ യൂട്യൂബിൽ ചെയ്യുന്നത്. അതിനുശേഷം മാസങ്ങൾ ഇടവിട്ട് 4 പ്രൊമോഷണൽ വീഡിയോ ആണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഡ്യൂറേഷനിൽ ഈ ആപ്പിന് അഗേൻസ്റ്റ് വലിയൊരു എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ഒരു വാലിഡ് ആയിട്ടുള്ള സൈറ്റിൽ നിന്ന് ഞാൻ വായിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഈ ഒരു ആപ്പ് ഉപയോഗിക്കുന്ന സമയത്തും ഏതൊരു ആപ്പിനും ഏതൊരു ഡേറ്റിംഗ് ആപ്പിനും അല്ലെങ്കിൽ ഏതൊരു സ്ട്രേഞ്ചേഴ്സിനെ ഓൺലൈൻ മീറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരു ആപ്പിനും വരാൻ സാധ്യതയുള്ള കുറേ പ്രശ്നങ്ങളാണ് ഈ ഒരു ആപ്പിൽ എൻ്റെ പെർസ്പെക്റ്റീവിൽ ഞാനന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരു എയർബിഎൻബി നമ്മൾ എടുക്കുകയാണെങ്കിലും എങ്ങനെയാണ് അവിടെ വരുന്ന ആൾ ആ ഒരു എയർബിഎൻബി ഉപയോഗിക്കുന്നത് എന്നുള്ളതനുസരിച്ച് ഇരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാനന്ന് അതിനെ നോക്കിക്കണ്ടത്. അതിനുശേഷം നമ്മൾ ഈ 4ാമത്തെ പ്രൊമോഷൻ വീഡിയോ ലൈവ് പോയതിനു ശേഷം ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ 2 പേര് എൻ്റെ ഒരു യൂട്യൂബ് ലിങ്ക് ഷെയർ ചെയ്തു.
അതിൽ കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ചില മെസ്സേജസ് ഞാൻ മിസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. 2 പേരുടെ മെസ്സേജാണ് ഞാൻ ശ്രദ്ധിച്ചത്. അത് ഈ ഒരു പെർട്ടിക്കുലർ ആപ്പ് ഉപയോഗിച്ച് ഒരു ലേഡിക്ക് ഉണ്ടായ ഒരു മോശമായ അനുഭവമായിരുന്നു അവർ ആ ഒരു പെർട്ടിക്കുലർ ആപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പെർട്ടിക്കുലർ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കണ്ടു. എനിക്ക് മെസ്സേജ് അയച്ച ഈ 2 ആൾക്കാരായിട്ടും ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവും അവരുടെ പെർസ്പെക്റ്റീവും ഡിസ്കഷനിൽ വന്നു. നമ്മൾ കുറച്ച് നേരം അത് ഡിസ്കസ് ചെയ്തു. ഒരാൾ വന്ന് ഒരു കാര്യത്തെ പറ്റി മോശമായി അവരുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് പറയുമ്പോൾ ഒരു കാര്യം മോശമായി പോകുന്നില്ല എന്നായിരുന്നു ഞാനൊന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എഗെയിൻ ഇതൊരു പെർസ്പെക്റ്റീവാണ്, നിങ്ങൾ എല്ലാവരും ഇതിനോട് യോജിക്കണമെന്നില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം ആ ഒരു വീഡിയോയിൽ ആ ഒരു ലേഡി വളരെ ജെന്യൂൻ ആയിട്ടായിരുന്നു അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിന് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നത് വരെ ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിനായി ഇനി ഞാൻ കൊളാബറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഡിസിഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ 1-2 സ്ക്രീൻഷോട്ട്സ് എനിക്ക് എന്തോ ഇന്ന് തപ്പി കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലാസ്റ്റ് കൊളാബറേഷന് ശേഷവും 3 തവണ ഈ ഒരു ആപ്പ് എന്നെ കൊളാബറേഷന് വേണ്ടി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ സൈഡിൽ സ്ക്രീൻഷോട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ആദ്യം ഞാൻ പറയുന്നുണ്ട് 2 months ഞാൻ കൊളാബറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. ലേറ്റർ ഫെബ്രുവരിയിൽ വന്ന ഒരു കൊളാബറേഷൻ റിക്വസ്റ്റ് ആണത്. അത് ഞാൻ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ ഈ ഒരു ആപ്പിനായിട്ട് ഇപ്പോൾ കൊളാബറേറ്റ് ചെയ്യുന്നില്ല. കാരണം എനിക്ക് അപ്പോഴും ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനൊപ്പം തന്നെ ആൾക്കാരുടെ ഇടയിൽ കുറച്ച് ഈ ഒരു ആപ്പിന് ഒരു നെഗറ്റീവ് ഇമേജ് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ആപ്പ് ഞാൻ ഇനി പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നൊരു ഡിസിഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. വീണ്ടും പറയുന്നത് കള്ളത്തരമാണ്, പച്ച കള്ളത്തരമാണ്. ഐശ്വര്യ ഈ ബാക്ക് ടു ബാക്ക് ആയിട്ട് 4 പ്രൊമോഷൻ വീഡിയോ ഈ ഫ്രണ്ട് ആപ്പിന് വേണ്ടി ചെയ്ത സമയത്തും ഒരു നെഗറ്റീവ് ഫീഡ്ബാക്കോ അതല്ലെങ്കിൽ അലിഗേഷൻസോ വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഐശ്വര്യ പറയുന്നത്. ഐശ്വര്യയുടെ കമൻറ്റ് സെക്ഷൻ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവാവുന്നേ ഉള്ളൂ. അത് നോക്കിയിട്ടില്ല അല്ലെങ്കിൽ അത് കണ്ടിട്ടില്ല എന്ന് ഇപ്പോൾ ഭാവിക്കുന്നതാവാം, അല്ലാതെ ഒരു വഴിയുമില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ വീഡിയോ ഇതിന് ഫ്രണ്ട് ആപ്പിന് വേണ്ടിയിട്ട് ഇടുന്ന സമയത്ത് തന്നെ ആളുകൾ അതിൻ്റെ താഴെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ നെഗറ്റീവ് തന്നെയാണ് അതിലിട്ടിട്ടുണ്ടായിരുന്നത്, നല്ല രീതിയിലുള്ള. പക്ഷെ ആരും യൂസർ എക്സ്പീരിയൻസ് ഒന്നും ആ സമയത്ത് കമൻ്റ് ആയിട്ടൊന്നും ഷെയർ ചെയ്യുന്നത് ഞാനൊന്നും കണ്ടിട്ടില്ല. പക്ഷെ അതല്ലാതെ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഈ പറയുന്ന സമയത്ത് തന്നെ ഒരു നോർമൽ നമുക്ക് ലോജിക്കലി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവത്തില്ലേ എന്താണെന്നുള്ളത്. അത് വെച്ചിട്ട് തന്നെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു, നെഗറ്റീവായിട്ട് തന്നെയാണ് പറയുന്നത്. ആ കമൻസിനൊക്കെ ഒരുപാട് 100 കണക്കിന് ലൈക്സും ഞാൻ കണ്ടിട്ടുള്ളതാണ്. എന്നിട്ടും പറയുന്നു ഞാൻ വാലിഡ് ആയിട്ടുള്ള ഒരു സൈറ്റിൽ വായിച്ചില്ല എന്നുള്ളത്. എന്താണ് ഉദ്ദേശിക്കുന്നത്? വിക്കിപീഡിയയിൽ വായിച്ചില്ല എന്നാണോ? സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങൾക്കുള്ള ഒരു വാലിഡ് ഫീഡ്ബാക്ക് കിട്ടുന്നത് എവിടെ നിന്ന് തന്നെയാണ്? സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അതിനി ഒരു വാലിഡിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ് ഐശ്വര്യ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു യൂസർ എക്സ്പീരിയൻസ് ജെന്യൂൻ ആയിട്ട് ഒരാൾക്ക് പറ്റിയ ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട് ഉള്ള ഒരു യൂട്യൂബ് വീഡിയോ, ആ ലിങ്ക് ആരൊക്കെയോ ഷെയർ ചെയ്തിട്ട് ഐശ്വര്യ അതും കണ്ടു എന്ന് പറയുന്നു. അപ്പോഴും ഐശ്വര്യക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഐശ്വര്യ തന്നെ പറയുന്നുണ്ട് അവരതിൽ ജെന്യൂൻ ആയിട്ട് തന്നെയാണ് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതെന്ന്. എന്നിട്ടും പറയുന്നു എനിക്ക് അപ്പോഴും ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല എന്ന്. അല്ലെങ്കിൽ ഒരു റിസർച്ച് സ്കോളർ വന്നിട്ട് അവരുടെ ഒരു മെയിൻ റിസർച്ച് ടോപ്പിക്കായിട്ട് ഈ ഒരു ഫ്രണ്ട് ആപ്പിൻ്റെ യൂസർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ അവർ റിസർച്ച് ചെയ്ത് അവരൊരു ആർട്ടിക്കിൾ അല്ല IEEE പോലുള്ള മാഗസീനിലും എല്ലാം പബ്ലിഷ് ചെയ്തിട്ട് അത് വായിച്ചാലേ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആയിട്ട് ഐശ്വര്യ കൺസിഡർ ചെയ്യുള്ളൂ. അല്ല, എനിക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ട് ഞാൻ ചോദിക്കുകയാണ്. ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു ഇഷ്യൂവിന് സോഷ്യൽ മീഡിയയിൽ തന്നെയല്ലേ നമുക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നത്. അഗൈൻ ബാക്ക് ടു ഹർ വീഡിയോ. എന്തുകൊണ്ട് മുന്നത്തെ വീഡിയോ ഞാൻ ടേക്ക് ഡൗൺ ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ അപ്പം അങ്ങനെ ചിന്തിച്ചില്ല. അത് എനിക്കിപ്പോൾ പറയാനുള്ളത്. ശേഷം ഐശ്വര്യക്ക് ആൻസർ ഇല്ല. ഐശ്വര്യക്ക് ആൻസർ ഉണ്ട്. ആ ആൻസർ പബ്ലിക്കലി ഒന്ന് പറയാനായിട്ട് ഐശ്വര്യക്ക് ബുദ്ധിമുട്ടാണ്. അത് തന്നെയാണ് കാര്യം. നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഏതെങ്കിലും ഒരു ടീമുമായിട്ട് ഒരു കമ്പനിയായിട്ട് നമ്മളൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റിൽ കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവും. അത് നമ്മളത് പാലിക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. അതല്ലാന്നുണ്ടെങ്കിൽ അവർ ലീഗലി മൂവ് ചെയ്യും. ഐശ്വര്യക്ക് അത് പറയാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എഗ്രിമെൻറ്റും അതിൻ്റെ ക്ലോസസും ഒക്കെ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. കാരണം അത് സൈൻ ചെയ്ത വ്യക്തിക്കും പിന്നെ അത് സൈൻ ചെയ്യാൻ കൊടുത്ത ആളിന് മാത്രമേ അതിനെക്കുറിച്ച് അറിയാവുള്ളൂ. എഗ്രിമെൻറ്റ് ബ്രേക്ക് ചെയ്തിട്ട് നമുക്കൊരു കാര്യം വന്നിട്ട് പറയാൻ അല്ലെങ്കിൽ അതിനെതിരെ നെഗറ്റീവ് പറയാനോ അതല്ലെങ്കിൽ ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യാനോ ആ ഒരു ടൈം പീരീഡിൽ ആർക്കും സാധിക്കില്ല. എഗ്രിമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. അതിൻ്റെ കാലാവധി എന്ന് വരെയാണോ അതിൻ്റെ ആ ഒരു ടൈം പീരീഡ് കഴിയുന്നത് വരെ ആർക്കും അത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് വാങ്ങിയിട്ടാണ് ഐശ്വര്യ അവരുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് വാങ്ങിയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ആ ടൈം പീരീഡിൽ ഐശ്വര്യയ്ക്ക് അത് പറ്റില്ല. അതിനുശേഷം പക്ഷേ അവർ കൊളാബറേഷന് വേണ്ടിയിട്ട് അവർ ചോദിച്ചു. അതായത് ഈ യൂസർ എക്സ്പീരിയൻസ് എല്ലാം ജെന്യൂൻ ആണെന്ന് മനസ്സിലായിട്ടും ആ ഒരു വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷവും ഐശ്വര്യയ്ക്ക് കൊളാബറേഷൻ റിക്വസ്റ്റ് വന്ന സമയത്ത് ഐശ്വര്യ പക്ഷേ ഒരു ക്ലിയർ കട്ടായിട്ട് നോ എന്നൊരു ഡിസിഷൻ അപ്പോഴും എടുത്തിട്ടില്ല. യൂട്യൂബേഴ്സ് ആരും തന്നെ സോഷ്യൽ സർവീസിന് വേണ്ടിയിട്ടല്ല വീഡിയോ ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐശ്വര്യയുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ഓഫാക്കി വെച്ചിട്ടേ വീഡിയോ ചെയ്യുള്ളായിരുന്നു. ഇത് മോണിറ്റൈസേഷനും ഓണാണ്, പിന്നെ ബിസിനസ് എൻക്വയറീസിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ഇന്നലെ ഇന്നുമായി നമ്മുടെ കോമന്റ് സെക്ഷനിൽ നടക്കുന്ന ഡിസ്കഷനിൽ കുറേ ആൾക്കാർക്ക് ഈ ഒരു ആപ്പിന്റെ പല ഫീച്ചേഴ്സും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും അതിന്റെ ഒപ്പം തന്നെ ഈ ഒരു ആപ്പിന്റെ ആക്സെപ്റ്റൻസും കൂടെ കോമന്റ് സെക്ഷൻ ഡിസ്കഷൻസിന് ക്ലിയർ ആയിരുന്നു.
നിങ്ങളുടെ പെർസ്പെക്റ്റീവ് എപ്പോഴും ഞാൻ അംഗീകരിക്കും റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ആൾക്കാർക്കും ഒരുപോലെ പെർസ്പെക്റ്റീവ് വേണമെന്നില്ല. എല്ലാ ആൾക്കാർക്കും പല രീതിയിലായിരിക്കും പല കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ഞാൻ 100% മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, ഞാൻ അംഗീകരിക്കുന്നു. അതിന്റെ ഭാഗമായി ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിന് വേണ്ടി ചെയ്ത 4 കൊളാബറേഷൻ വീഡിയോസും ഞാൻ ടേക്ക് ഡൗൺ ചെയ്യാണ്. അതിന്റെ ഒപ്പം തന്നെ ഫർദർ ആയിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിനായിട്ട് ഞാൻ കൊളാബറേറ്റ് ചെയ്യില്ല എന്നുള്ളതും കൂടെ എന്നോട് പറയുന്നു. വ്യൂവേഴ്സിന്റെ പെർസ്പെക്റ്റീവിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ കമന്റ്സ് കണ്ടിട്ട് അന്ന് തന്നെ ഐശ്വര്യ ഇതിനെക്കുറിച്ച് ചിന്തിച്ചേനെ. പിന്നെയും അത് ചെയ്തുകൊണ്ടേ തന്നെ ഇരുന്നു. എന്നിട്ട് ഇത്രയും വലിയൊരു ഇഷ്യൂ ആയപ്പോഴാണ് അത് ഇനി വേണ്ട എന്ന് വെക്കാനായിട്ട് അങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് ഐശ്വര്യ എത്തുന്നത്. ഒരു കാര്യത്തിനെതിരെ ഇത്രയും നെഗറ്റിവിറ്റി വരുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കണം, നമ്മളത് ചിന്തിക്കണം. അല്ലാതെ അത് ഒരു വാലിഡ് സൈറ്റിൽ നിന്ന് എനിക്കൊരു ഇത് കിട്ടിയില്ല എന്നൊക്കെ പറയുന്ന, ഒരു ക്ലാരിറ്റി കിട്ടിയില്ല എന്നൊക്കെ പറയുന്നത് വെറും ഫൂളിഷ്നെസ് ആയിട്ട് ഐശ്വര്യ അറിഞ്ഞോ അറിയാതെയോ ഐശ്വര്യ ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാൾ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കണം. മറ്റുള്ളവരുടെ പെർസ്പെക്റ്റീവിനെ വാല്യൂ ചെയ്യുന്ന ഒരാളായിരുന്നുണ്ടെങ്കിൽ, അതായത് സബ്സ്ക്രൈബേഴ്സിൻ്റെ വ്യൂവേഴ്സിൻ്റെ പെർസ്പെക്റ്റീവിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. വാല്യൂ ചെയ്യുന്ന ഒരാളായിരുന്നെങ്കിൽ ആ കമൻറ്റ് സെക്ഷനിൽ നോക്കിയിട്ട് ആർക്കെങ്കിലും ഒരു റിപ്ലൈ എങ്കിലും കൊടുത്തിരുന്നേ. നല്ല എലാബറേറ്റ് ആയിട്ട് കുറേ കമൻറ്റ്സ് എഴുതിയ കുറേ ആളുകളുണ്ട്. അവർക്കെങ്കിലും ഇതിനെക്കുറിച്ച് ഒരു റിപ്ലൈ കൊടുത്തേനെ. ഒരു റിപ്ലൈ പോയിട്ട് ഒരു റെസ്പോൺസ് പോലും ഒരു റിയാക്ഷൻ പോലും ഇട്ടിട്ടില്ല ഐശ്വര്യ. ഇപ്പോൾ പക്ഷേ അതെല്ലാം റെലവൻ്റ് ആണ്. അത് റെലവൻ്റ് ആയത് എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്നത് അത്രയും മോശപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ആണെന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. അങ്ങനെ ഒരു സമയം ആയതുകൊണ്ട് ചാനലിൻ്റെ സേഫ്റ്റിക്കും തൻ്റെ സേഫ്റ്റിക്കും വേണ്ടിയിട്ട്, അതായത് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കുറയുകയോ അല്ലെങ്കിൽ വ്യൂവർഷിപ്പ് കുറയാതിരിക്കാനോ വേണ്ടിയിട്ടുള്ള ഒരു നാടകം. ഇപ്പോഴെങ്കിലും ആ 4 വീഡിയോസ് ടേക്ക് ഡൗൺ ചെയ്തല്ലോ, അപ്പോൾ അത് നല്ല കാര്യം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഇപ്പോൾ ആ 4 വീഡിയോസ് ടേക്ക് ഡൗൺ ചെയ്തതുകൊണ്ട് ബാക്കി റിയാക്ഷൻ വീഡിയോ പറയുന്നത് പോലെ ഭയങ്കര റെസ്പെക്റ്റ് ഡിസേർവ് ചെയ്യുന്ന ഒരു പരിപാടിയായിട്ടോ ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യമായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല. ബാക്ക് ടു ദ വീഡിയോ. ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അറിയില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേ വളരെയധികം പ്രാധാന്യത്തോടുകൂടെ കമന്റ് സെക്ഷനിലും അതേപോലെ ചില ചാനലുകളിലും ഡിസ്കസ് ചെയ്തത് കേട്ടുകൊണ്ട് ഒന്ന് മെൻഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. വലിയ ഭീമമായ തുകകൾ വാങ്ങിയിട്ടാണ് ഇങ്ങനത്തെ ഫേക്ക് ആയിട്ടുള്ള ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുകയുണ്ടായി. അതിൽ പറയുന്നത് 4, 5, 6 ലക്ഷം രൂപയുടെ കണക്കൊക്കെയാണ്. ഈ 5 ലക്ഷം രൂപയുടെ 4/1 പകുതി പോലും ഞാൻ ആപ്പ് പ്രൊമോഷന് വേണ്ടിയിട്ട് ചാർജ് ചെയ്തിട്ടില്ല. ആക്ച്വലി അതിവിടെ മാറ്റർ ചെയ്യുന്ന ഒരു കാര്യമല്ല. 4 രൂപയോ 40,000 40 രൂപ 40 ലക്ഷമോ എന്നുള്ളത് ഇവിടെ മാറ്റർ ചെയ്യുന്ന ഒരു കാര്യമല്ല. ഞാൻ എൻ്റെ പ്രൊഫഷനിൽ എപ്പോഴും ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം പൈസയ്ക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യരുത് എന്നുള്ളതായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള ഡെലിഗേഷനാണ് എൻ്റെ നേരെ വന്നിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും എന്നെ സംബന്ധിച്ച് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല എന്ന് അതെങ്ങനെ പറയാൻ പറ്റും ഐശ്വര്യ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ മാത്രം ഇപ്പം നിൽക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഇതെങ്ങനെ ഇമ്പോർട്ടൻ്റ് ആവാതിരിക്കും? യൂട്യൂബ് വീഡിയോസിൽ നിന്ന് മാത്രമല്ല, ഇതുപോലെ കൊളാബറേഷൻസിൽ നിന്നുമൊക്കെയാണ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് അല്ല എങ്ങനെയാണ് വരുന്നത്? അതും ഈ പറഞ്ഞ കണക്കുകളും ഒട്ടും വിശ്വസനീയമായിട്ടുള്ളൊരു കാര്യമല്ല. 5-6 ലക്ഷം രൂപയുടെ കണക്കുകളൊക്കെ ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ 5 ലക്ഷത്തിൻ്റെ 4/1 പകുതി പോലും ഞാൻ വാങ്ങിയിട്ടില്ല എന്ന് പറയുന്നു. 5 ലക്ഷത്തിൻ്റെ 4/1 എന്ന് പറയുമ്പോൾ ഏകദേശം 1.25 ലാക്ക്, അതിൻ്റെ പകുതി, അപ്പോൾ 62,500 റുപ്പീസ്. അതിൻ്റെ അത്ര പോലും വാങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ 50,000ഓ? 1.6 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഓൺ ആവറേജ് 2.5 മില്യൺ വ്യൂസ് ഷോർട്സിന് കിട്ടുന്നു. 50,000 മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും വിശ്വസനീയമല്ല. ഈ 50,000 വെച്ചിട്ട് 4 വീഡിയോ ചെയ്താൽ 2 ലാക്ക് ആവും. ഈ 2 ലാക്സ് എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് രൂപയല്ലേ? ലാസ്റ്റ് പോർഷനിലോട്ട് പോവാം. ഇപ്പം എനിക്ക് പറയാനേ പറ്റുള്ളൂ, കാരണം എൻ്റെ നേരെ ഒരു എലിഗേഷൻ ഉള്ള ഒരു സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ പലരും ഇതൊരു ജഡ്ജ്മെന്റൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കി കാണും. ഞാൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കും ഒക്കെ ചെയ്തേക്കാം. പക്ഷേ ഇത് ഞാൻ എൻ്റെ മനസാക്ഷിക്ക് വേണ്ടി ഇവിടെ പറയുന്ന ഒരു കാര്യമാണ്. അത്രയേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടെ, ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് ഒരു കാലത്തും തെറ്റുകൾ പറ്റില്ലാന്നും അതേപോലെ തന്നെ ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണെന്നുള്ളതും ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് തെറ്റുകൾ സംഭവിച്ചേക്കാം. പക്ഷേ ഒരാൾ എനിക്ക് പറഞ്ഞു തരാണെങ്കിൽ അത് അംഗീകരിക്കാനും അത് തിരുത്താനും ഞാൻ വിളിക്കണം. സ്വന്തം മനസാക്ഷിക്ക് വേണ്ടിയിട്ട് പറയുന്നു എന്ന് പറയുന്ന വീഡിയോയിൽ എന്തിനാണ് ഇത്രമാത്രം കള്ളത്തരങ്ങൾ പറഞ്ഞത്? ഐശ്വര്യ ഇപ്പോഴും എനിക്കൊരു തെറ്റ് പറ്റി, അതിന് ഞാൻ അപ്പോളജൈസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊന്നും ഐശ്വര്യ ഇതിൽ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല, ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഞാനും ഒരു മനുഷ്യനാണ്, എനിക്ക് തെറ്റ് പറ്റും, ഇനി തെറ്റ് പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല എന്നൊക്കെയാണ് ഐശ്വര്യ പറയുന്നത്. ജെന്യൂനായിട്ട് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ ഐശ്വര്യക്ക് പറയാമായിരുന്നു. പക്ഷെ ഐശ്വര്യ അത് ചെയ്തില്ല. ഐശ്വര്യ അത് ചെയ്യാതെ ഞാനൊരു മനുഷ്യനാണ്, തെറ്റുപറ്റും. കറക്റ്റാണ്, എല്ലാ മനുഷ്യന്മാർക്കും തെറ്റുപറ്റും, എല്ലാവർക്കും തെറ്റുപറ്റും, ഇനിയും തെറ്റ് പറ്റാം. ആ മിസ്റ്റേക്കിൽ നിന്നല്ലേ നമ്മളെല്ലാവരും പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലല്ല ഐശ്വര്യ പിന്നെ അതിനെ കുറേ കള്ളങ്ങൾ കൊണ്ട് അതിനെ കവറപ്പ് ചെയ്ത് ഒരു ഹേറ്റഡ് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തൊരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൽ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്ട് പീരീഡ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി ആ ആപ്ലിക്കേഷനുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നില്ല എന്നൊരു ഡിസിഷൻ എടുത്ത ആള്
ആ ആപ്പിൻ്റെ പേര് പോലും ഇവിടെ പറയുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ഇവിടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാറുണ്ട്. നെക്സ്റ്റ് നമ്മൾ കുറേ റിയാക്ഷൻ വീഡിയോസ് കുറേ പേര് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതിൽ കുറേ പേര് ഈ വീഡിയോ എടുത്ത് അനലൈസ് ചെയ്തെങ്കിലും അവർക്ക് വേണ്ടത്ര രീതിയിൽ കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ടാണ് എന്ന് തോന്നുന്നു. കുറേ പേര് ഭയങ്കരമായിട്ട് അങ്ങ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കണ്ടു തനിമലയാളിയെ. അതെന്തിനാണെന്നുള്ളതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിക്കാം. ആ വീഡിയോസൊന്നും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നില്ല. ആ വീഡിയോസിൻ്റെ ആ ഒരു ഓവറായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആ ഒരു പാർട്ട് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അത് ആ ഒരു ഓവർ അപ്രീസിയേഷൻ അല്ലെങ്കിൽ ഓവർ റെസ്പെക്റ്റ് കൊടുക്കേണ്ട എന്ത് കാര്യമാണ് ഐശ്വര്യ അതിൽ ചെയ്തിട്ടുള്ളത് എന്നുകൂടെ നിങ്ങൾ പറഞ്ഞാൽ കൊള്ളായിരുന്നു. മൂപ്പൻസ് വ്ലോഗ്സ് എന്ന് പറഞ്ഞ ചാനലിലെ ആ ഒരു വീഡിയോയുടെ ആ ഒരു പെർട്ടിക്കുലർ പാർട്ട് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. കാണാം. ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ശരിക്കും പറഞ്ഞ തനിമലയാളിയുടെ വീഡിയോ നമുക്ക് ആർക്കും റിയാക്ട് ചെയ്യേണ്ടി വരത്തില്ലായിരുന്നു. എൻ്റെ കമന്റ് ബോക്സിൻ്റെ അകത്തും മറ്റ് പല സ്ഥലങ്ങളിലും കണ്ട കമന്റ് എന്ന് വെച്ചാൽ മറ്റുള്ളവരൊക്കെ ഓക്കെ, ഈ പറഞ്ഞ ബാക്കിയുള്ള ഇൻഫ്ലുവൻസേഴ്സിന്റെ ആൾക്കാരുടെയൊക്കെ ഓക്കെ, പക്ഷേ ഈ തനിമലയാളി പുള്ളിക്കാരത്തി ഇതിനകത്ത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ഒരുപാട് കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ കമന്റ് ബോക്സിൽ ഇഷ്ടംപോലെ കമന്റ് കിടപ്പുണ്ട്. അങ്ങനെ അവരെ ഞങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അവരുടെ കമന്റ് ബോക്സിനകത്ത് ഇതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ ഞങ്ങൾക്ക് തരണം എന്നുള്ള കാര്യം ഞാൻ അറിയുന്നത്. അതോടൊപ്പം തന്നെയാണ് പിന്നെ അതിൽ ഈ പുള്ളിക്കാരി പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഇതിന് ശേഷമൊക്കെയാണ് അറിയുന്നത്. എനിവേ എന്തായിരുന്നാലും നല്ലതായിട്ട് ആരോഗ്യമായിട്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് വരട്ടെ. പിന്നെ ഇതിനിടയിൽ ഈ ഒരു എന്താ പറയുക എക്സ്പ്ലനേഷൻ തരേണ്ടി വന്ന ആ ഒരു സാഹചര്യം സൃഷ്ടിച്ചതിനകത്ത് അവരുടെ ആ ഒരു വീഡിയോ അവിടെ കിടന്നതുകൊണ്ട് മാത്രമാണ്. കാരണം ആ വീഡിയോ അന്ന് അവർ റിമൂവ് ചെയ്തിരുന്നു എങ്കിൽ ഇന്ന് എനിക്കോ നിങ്ങൾക്ക് ഈ ഒരു പുള്ളിക്കാരത്തിൽ സംസാരിക്കേണ്ട സാഹചര്യം ഇല്ലായിരുന്നു. പക്ഷെ അതൊരു അൺഫോർച്ചുനേറ്റ് തിങ് ആണ്. നമുക്ക് ഒരാളെയും മനഃപൂർവ്വമായിട്ട് കുറ്റം പറയാൻ പറ്റത്തില്ല. അവരത് ചെയ്തതിൻ്റെ ഒരു ഇത് കടന്നു. ആ ഒരു സാധനമാണ് ഇപ്പോൾ റിയാക്ഷനിലേക്ക് വന്നിട്ടുള്ളത്. എന്തായിരുന്നാലും അവരന്ന് എടുത്ത ഡിസിഷൻ പ്രകാരം റിമൂവ് ചെയ്തേക്കാമായിരുന്നു. പക്ഷെ അവർ ചെയ്യാൻ വിട്ടുപോയി. അത് തീർത്തും മാനുഷികമായിട്ടുള്ള കാര്യമാണ്. അവർ മറവിക്കായിരിക്കാം. അതൊരിക്കലും മാനുഷികമായിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് എൻ്റെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതും ഒരു ഫുൾ ടൈം ഒരു കോണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരാൾ എങ്ങനെ അത് മറന്നു പോകും? ഫുൾ ടൈം ഒരു ഓഫീസ് ജോബും ചെയ്യുന്നു, അതിൻ്റെ ഒപ്പം ഇത് പാരലലി കൊണ്ടുപോകുന്ന ആൾക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് മറന്നു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയല്ല, പുള്ളിക്കാരി ഇത് കോണ്ടന്റ് ക്രിയേഷനിൽ മാത്രം ഇപ്പോൾ നിൽക്കുന്ന ഒരാളാണ്. ആ ആൾ എങ്ങനെ ഇതിനെക്കുറിച്ച്, അതും ആ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ താഴെ ഇഷ്ടം പോലെ കമൻസ് ഇതുപോലെ നെഗറ്റീവായിട്ട് വരുന്നുണ്ട്. ആ ഒരു സമയത്ത് എങ്ങനെയാണ് എനിക്ക് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കാനായിട്ട് ഇപ്പോൾ ഒരു ഓപ്ഷൻ ഇല്ല എൻ്റെ അടുത്ത്. കാരണം അത് ഓൾറെഡി ടേക്ക് ഡൗൺ ചെയ്തല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് മാനുഷികമാണ് എന്നൊക്കെ എങ്ങനെ പറയാൻ പറ്റും? അതുമാത്രമല്ല, പിന്നെ പറയുന്നുണ്ട്, കുറേ പേര് കമൻറ്റ് ബോക്സിലൊക്കെ പറയുന്നുണ്ട് ആളിപ്പോൾ പ്രഗ്നൻ്റ് ആണ് അങ്ങനെയൊക്കെ. ആ അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമേ ഇല്ല. കാരണം ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത് എന്തോ ഒരു വലിയൊരു ഡിസീസ് വന്നിട്ട് നമുക്ക് ഒരു മെൻ്റലി ഡിപ്രസ്ഡ് ആയിട്ട് ബെഡിൽ നിന്ന് അല്ലെങ്കിൽ റൂമിൽ നിന്ന് ഇറങ്ങാൻ പറ്റാതെ ഒരു റൂമിനകത്ത് അടച്ചുപൂട്ടിയിരിക്കുന്ന അങ്ങനത്തെ ഒരു ഫേസ് അല്ല പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ കോൺസിക്വൻസസ് എന്താവും എന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വേണ്ടേ നമ്മൾ ചെയ്യാനായിട്ട്. എസ്പെഷ്യലി നമ്മൾ വെറുതെ നമ്മുടെ ലൈഫിൽ 1-2 പേരെ ബാധിക്കുന്ന കാര്യമോ അങ്ങനത്തെ ഒരു കാര്യം പോലും അല്ല. ഇത് ഒരുപാട് പേരുടെ 1.6 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലിൽ ഇടുന്ന ഒരു കണ്ടൻറ്റാണ്. അപ്പോൾ അത് എങ്ങനെ ആയിരിക്കുക, അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക എന്നുള്ള കാര്യം എല്ലാ കാര്യങ്ങളും ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇവിടെ മറ്റുള്ളവരെ അത് അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ബാക്കി സബ്സ്ക്രൈബേഴ്സിനെ ഒന്നും കൺസിഡർ ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് ഇതേപോലെ പറയേണ്ടി വരില്ലായിരുന്നു. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ അവിടെ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ് ആൾ, അതുകൊണ്ട് സ്ട്രെസ് എടുക്കാൻ പാടില്ല, ഈ വക കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇങ്ങനെ ഒരു കാര്യം ഒരാൾ റിയാക്ട് ചെയ്തു അല്ലെങ്കിൽ കാര്യങ്ങൾ ഒന്ന് ഓപ്പൺ ആയിട്ട് പറഞ്ഞു എന്ന് വെച്ചിട്ട് ആ ഒരു കാര്യം കേട്ടിട്ട് അങ്ങ് സ്കാറ്ററായി പോകുന്ന ഒരു മെൻ്റൽ സ്റ്റേറ്റിലൂടെ ഒന്ന് കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനിലല്ല തനിമലയാളി എന്നുള്ളതും എല്ലാവർക്കും അറിയാം. പിന്നെ ബ്ലൈൻഡ് ആയിട്ടുള്ള ഫാൻസൊക്കെ ഇപ്പോൾ ഇത് പിടിച്ചിട്ട് ഒരുപാട് റിയാക്ഷൻ വീഡിയോയുടെ താഴെ ഇങ്ങനെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ മൂപ്പൻസ് വ്ലോഗ്സ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കമൻറ്റ്സ് ഇങ്ങനെ പലയിടത്തും നടന്നിങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അവർ പ്രഗ്നൻ്റ് ആണ്, അപ്പോൾ അവരെ ഒന്ന് വെറുതെ വിടണം, അവരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യണം, അവരെ ഒന്ന് വെറുതെ വിടും, അവർ ഇന്നസെൻ്റ് ആണ്, അവരെ ഒന്ന് വെറുതെ വിടൂ, അവർക്ക് ഇപ്പോൾ സ്ട്രെസ് എടുക്കാൻ പറ്റില്ല. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് മാത്രമുള്ള എന്തെങ്കിലും ഒരു ഡിസീസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണോ ആളിപ്പോഴും ആക്റ്റീവായിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്, എല്ലാ രീതിയിലും പോകേണ്ട സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ ഒരു രീതിയിൽ അവരെ ആരും അറ്റാക്ക് ചെയ്യാനായിട്ടോ ഒന്നും ചെല്ലുന്നില്ല. അവർ ചെയ്ത ഒരു വീഡിയോ അത് ശരിയായില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അതിന് ഇത്രമാത്രം നിങ്ങൾ ഇമോഷണലായിട്ട് ഇങ്ങനെ ഓടി നടന്ന് കമൻറ്റ് ഇടേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഫാൻ ആവാം, ഒരാളെ ഇഷ്ടപ്പെടാം നമുക്ക്. അല്ലാതെ അവർ പറയുന്ന കാര്യങ്ങളും എല്ലാം അതേപടി വിശ്വസിച്ച് ആ ഒരു ഇതിലോട്ട് നമ്മൾ വീണ് കിടക്കരുത് എന്നാണ് എനിക്ക് ഈ ബ്ലൈൻഡ് ഫാൻസിനോട് പറയാനുള്ളത്. മൂപ്പൻസ് വ്ലോഗ്സിൻ്റെ ഒരു കമൻറ്റും ഉണ്ടായിരുന്നു. ഈ വീഡിയോയുടെ താഴെ തന്നെ പുള്ളിക്കാരൻ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹായ് ഓൾ,
സ്റ്റിൽ ഐ റെസ്പെക്ട് തനിമലയാളി. ഏത് കാര്യത്തിലാണ് റെസ്പെക്റ്റ് എന്ന് എനിക്കറിയില്ല. പുള്ളിക്കാരൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തതിൻ്റെ പേരിലാണ് റെസ്പെക്റ്റ്. കാര്യം ആൾ പോയിട്ട് തനിമലയാളിയുടെ ആ ഒരു വീഡിയോയുടെ താഴെയും ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഞാൻ ഇതിൻ്റെ സൈഡിലൊന്ന് കാണിക്കാം. ഗ്രേറ്റ് എക്സ്പ്ലനേഷൻ, റെസ്പെക്റ്റ്. എന്ത് ഗ്രേറ്റ് എക്സ്പ്ലനേഷൻ എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ റെസ്പെക്റ്റ്, എന്തിന് റെസ്പെക്റ്റ്? സ്വന്തം ചാനൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു പൊറാട്ട് നാടകം എന്നൊക്കെ വേണമെങ്കിൽ പറയാമല്ലോ. അതിനാണോ ഇത്ര റെസ്പെക്റ്റ് കൊടുക്കേണ്ടത്? ഇത് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞല്ലോ 4 പ്രൊമോഷൻ ചെയ്തു. ഫസ്റ്റ് പ്രൊമോഷൻ ചെയ്തപ്പോൾ തന്നെ ഇത്രയും പേര് നെഗറ്റീവ് പറഞ്ഞത് കണ്ടിട്ട് ഫർദർ അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാതെയെങ്കിലും അറ്റ്ലീസ്റ്റ് ഇരുന്നെങ്കിൽ ഓക്കെ, റെസ്പെക്റ്റ് എങ്കിൽ അവിടെ നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാമായിരുന്നു. ഇതിപ്പോൾ എന്താണ്, കണ്ടിന്യൂസ്ലി 4 വീഡിയോസും ചെയ്ത് അതിനുള്ള ഏർണിങ്സും കിട്ടി, അവരുടെ അടുത്തു നിന്നുള്ള എല്ലാ കോൺട്രാക്ട് പീരീഡും എല്ലാം കഴിഞ്ഞു, എന്നിട്ട് ഇത്രയും വലിയ ഇഷ്യൂ ആയി എന്ന് കണ്ടപ്പോൾ ആ വീഡിയോ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇൻഫ്ലുവൻസർ ഇങ്ങനെ ആയിരിക്കണം. കാരണം നമ്മളെ വളർത്തുന്നതും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും നമ്മുടെ എന്തോ ഒരു സംഭവം കൊണ്ടൊന്നുമല്ല, നമ്മളെ കാണുന്ന, നമ്മളെ വിശ്വസിക്കുന്ന, നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാണ്, അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സാണ്. ആ വ്യൂവേഴ്സിനെ ഒരിക്കലും ചതിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ അവർ പറയുന്ന ഒരു കാര്യത്തിന് ഒരു പുല്ല് വില കൊടുക്കാതെയൊക്കെ നമ്മൾ കഴിഞ്ഞാൽ പോവുകയായിരിക്കും കുറച്ച് നാൾ. അത് ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് ആ സാധനം പോകത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇൻഫ്ലുവൻസർ ഇങ്ങനെ ആയിരിക്കണമെന്ന് ആണോ? ആയിരിക്കണോ? എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വ്യൂവേഴ്സ് തന്നെ പറയൂ. റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ ഇങ്ങനെയാണോ ആകേണ്ടത്? മൂപ്പൻസ് വ്ലോഗ്സിനോടും ഞാൻ ചോദിക്കുകയാണ്. തനിമലയാളിയുടെ ഈ ഒരു വീഡിയോ എടുത്തിട്ട് കൈസ് ചെയ്തൊരു റിയാക്ഷൻ വീഡിയോ ആണ് ഇനി നമ്മൾ കാണുന്നത്. ആ വീഡിയോ കംപ്ലീറ്റ് കാണുന്നില്ല. വീഡിയോയിൽ ഒരു ചെറിയൊരു ബൈറ്റ് മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ആ വീഡിയോയിൽ കൈസ് പറയുന്ന കാര്യങ്ങളിലൊക്കെ എനിക്ക് സെയിം ഒപ്പീനിയനാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു പാർട്ടിൽ മാത്രം എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. സെയിം തന്നെയാണ് നേരത്തെ മൂപ്പൻസ് വ്ലോഗ്സ് പറഞ്ഞ പോലെ കൈസും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു പാർട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ വീഡിയോ കണ്ടിട്ട് കൈസ് പറയൂ, എന്താണ് അത്രമാത്രം അഭിനന്ദിക്കാൻ ഉണ്ടായിരുന്നോ എന്ന് നിങ്ങൾ വ്യൂവേഴ്സും പറയൂ. ആൾക്കാരുടെ ഇടയിൽ കുറച്ച് ഈ ഒരു ആപ്പിന് ഒരു നെഗറ്റീവ് ഇമേജ് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നല്ല കാര്യം. സ്വന്തം തെറ്റ് മനസ്സിലാക്കി അത് പബ്ലിക്കിൽ ഏറ്റു പറഞ്ഞു തിരുത്താനൊരു മനസ്സിലാവുക എന്ന് പറഞ്ഞു ഒരു നല്ല ഇൻഫ്ലുവൻസറുടെ അടിയാളാണ്. അതിന് താങ്കൾ എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാകും. ഈ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടില്ല തെറ്റ് ഏറ്റു പറയുന്നതും പിന്നെ അതിനെ അപ്പോളജൈസ് ചെയ്യുന്നതും. കൈസ് പറയുന്നുണ്ട് തെറ്റ് ഏറ്റു പറഞ്ഞു, അതിനെ തിരുത്താനുള്ള ഒരു മനസ്സ് കാണിച്ചു, അതൊരു നല്ല ഇൻഫ്ലുവൻസറുടെ ക്വാളിറ്റി ആണെന്നുള്ളത്. അത് എവിടെയാണ്? ഞാൻ ഈ വീഡിയോയിൽ കണ്ടില്ല, അങ്ങനെ ഒരു സംഭവമേ ഞാൻ കണ്ടില്ല. തെറ്റേറ്റ് പറഞ്ഞ് അതിനെ തിരുത്താനുള്ളൊരു മനസ്സ് കാണിച്ചു എന്നുള്ളത് കണ്ടില്ല. തിരുത്തി എന്ന് തെറ്റേറ്റ് പറഞ്ഞു, അത് തിരുത്തി എന്നൊക്കെ തോന്നണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് പ്രൊമോഷൻ ചെയ്തപ്പോഴോ സെക്കൻഡ് പ്രൊമോഷൻ ചെയ്തപ്പോഴോ അപ്പോഴെപ്പോഴെങ്കിലും ആ കമൻറ്റ് ബോക്സ് കണ്ടിട്ട് അതിൽ ആളുകൾ ഡിസ്കസ് ചെയ്യുന്നത് കണ്ടിട്ട് ഒന്ന് ടേക്ക് ഡൗൺ ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പ്രൊമോഷനെങ്കിലും അറ്റ്ലീസ്റ്റ് അതിനുശേഷം ഒന്ന് സ്റ്റോപ്പ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. അതല്ലാതെ ഇപ്പോൾ ഇത് ചെയ്തതിന് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്ന് പറയുന്നു. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഇതിലും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളെ കൈസ് അപ്പോൾ എന്തായിരിക്കും ചെയ്യുക? കൈസിൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്ന ഒരു ആളെന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്. തനിമലയാളിയിലെ ഐശ്വര്യ എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് പേഴ്സണലി എന്തെങ്കിലും എനിമിറ്റിയോ എന്തെങ്കിലും പേഴ്സണൽ ഗ്രഡ്ജോ ഉണ്ടാന്ന് ചോദിച്ചാൽ എനിക്കില്ല. അങ്ങനത്തെ ഒരിതുമില്ല. ഞാൻ വർഷങ്ങളായിട്ട് ആ പുള്ളിക്കാരിയെ ഫോളോ ചെയ്യുന്ന ആളാണ്. ആരും ആരുടെയും ബ്ലൈൻഡ് ഫാൻ ആകരുത് എന്നുള്ളത് എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.